Guys, finally we saw a deserving Ballon d'Or winner, Richarlison. കുറെ വർഷങ്ങൾക്ക് ശേഷം വലിയ ലീക്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു Ballon d'Or സെറിമണി, ഒരു Ballon d'Or റിവീൽ, ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നവരെ ആർക്കും ശരിക്കറിയില്ലായിരുന്നു ആരാണ് Ballon d'Or വിന്നർ ആവാന്നുള്ളത്. ആൻഡ് ഫബ്രീസിയോ അടക്കമുള്ള ജേർണലിസ്റ്റുകൾ കാര്യങ്ങൾ സ്പോയിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ച് ഇത്തവണത്തെ സെറിമണി ഇച്ചിരി കൂടെ എക്സൈറ്റിംഗ് ആയിരുന്നു. എല്ലാ വർഷവും നമ്മൾ കാണുന്ന പോലെ റാങ്കിങ്ങിന്റെ കാര്യത്തിലും പ്ലേയേഴ്സിന്റെ പൊസിഷന്റെ കാര്യത്തിലും ഒക്കെ ഈ വർഷവും കാര്യമായിട്ടുള്ള ഡിഫറെന്റ് ഒപ്പീനിയൻസും ഡിസ്കഷൻസും ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ Ballon d'Or വിന്നർ ഉസ്മാൻ ഡെംബലെ, ആള് ആ ഒരു ഒന്നാം സ്ഥാനം ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന ആളുകൾ വളരെ കുറവാണ്. ഒബ്വിയസ്ലി കുറച്ച് ആളുകൾക്കൊക്കെ ഡിഫറെന്റ് ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ബട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു നോയ്സ് കുറവാണ്. റോബറി, റിഗ്ഡ്, അൺഡിസേർവ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തവണ കുറവാണ് എന്നുള്ളതാണ് എനിക്ക് കാണുമ്പോൾ തോന്നുന്നത്. ജസ്റ്റ് 2-3 വർഷം മുന്നേ ഉള്ള ഡെംബലെ നമ്മൾ നോക്കുമ്പോൾ കുറെ ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടാകും എന്ത്, ഇറ്റ്സ് ഓവർ ഫോർ ഡെംബലെ. കാരണം ആൾക്ക് അത്രയും ചാൻസസ് കിട്ടിയിട്ടും അത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടും ആളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിലേക്ക്, ആ ഒരു സീലിംഗിലേക്ക് ആൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനു പുറമെ ആൾക്ക് വന്നുകൊണ്ടിരുന്ന ഇഞ്ചുറീസ് കൂടെ കാണുമ്പോൾ കുറെ അധികം ആളുകൾ, ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഡെംബലെ ഒരു Ballon d'Or വിന്നർ ആവുന്നോ അല്ലെങ്കിൽ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിലെ Ballon d'Or കാൻഡിഡേറ്റ്സിൽ വരുന്നോ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഗൈസ്, ദിസ് ഈസ് ലൈഫ്. നമുക്ക് വേണ്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുമ്പോൾ ബാക്കിയുള്ള കുറച്ച് ആൾക്കാർക്കെങ്കിലും ആ സംഭവമൊക്കെ കിട്ടും. പിന്നെ മറ്റൊരു തിയറി എന്ന് പറഞ്ഞാൽ ഡെംബലേന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആൾക്ക് വെച്ചടി കയറ്റാണ് എന്നുള്ളതാ. ഒരു ക്യാരക്ടർ മാരി, അതാണ് നമ്മുടെ നെക്സ്റ്റ് ഗോൾ. ഞാനും ഒരു കല്യാണം കഴിക്കണോ, ലൈഫിൽ പച്ച പിടിക്കണോ. Let's go. Delusion. എനിവേ, Ballon d'Or ടോപ്പ് 30 റാങ്കിങ്സ് ഒക്കെ നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ഡിസഗ്രീമെന്റ്സ് ഉള്ള കാര്യങ്ങളില്ലേ, അതെല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിക്കണില്ല. എന്നെ സംബന്ധിച്ച് ആകെ ഒരേ ഒരു ഡിസിഷനെ ചടപ്പിച്ചതായിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ബോധഡ് ആയിട്ടുള്ള ഒരേ ഒരു ഡിസിഷനേ ഉള്ളൂ. അത് റഫീഞ്ഞ 5ാം സ്ഥാനത്ത് വന്നതാ. യമാൽ ഗിരൗട്ട്, യമാൽ 5th, റഫീഞ്ഞ number 2. അങ്ങനെയാണെങ്കിൽ ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. യമാൽ ഈസ് ദ ഓൺലി ഇമ്പോസ്റ്റർ മാൻ. ലൈക്ക് സീരിയസ്ലി, ആൾ കുടുംബക്കാരെ മൊത്തം കൊടുന്നു എന്ന് വെച്ചിട്ട് എന്തിനാ 2ാം സ്ഥാനം കൊടുക്കണ്ടേ? ഹോണസ്റ്റ്ലി ഇത് യമാലിനോട് ദേഷ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ആള് ഒരു അടിപൊളി പ്ലെയർ ആണെന്നുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഓക്കെ, ഈ ഒരു വർഷത്തില് there is no way man, like seriously, യമാലിന്റെ ക്വാളിറ്റി അനുസരിച്ച് അടുത്ത 5 വർഷം ആൾ കണ്ടിന്യൂസ് ആയിട്ട് Ballon d'Or അടിച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. പക്ഷേ ദിസ് ഇയർ കുറെ പ്ലേയേഴ്സ് ആളെക്കാളും നന്നായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്, കുറെയൊക്കെ നന്നായി കളിച്ചിട്ടുണ്ട്. ആൾക്ക് കിട്ടിയ PR പാവം റഫീനൊക്കെ കൊടുത്തിനെങ്കിൽ ആള് ഡിസേർവ് ചെയ്ത അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് സ്പോട്ടെങ്കിലും ആൾക്ക് കിട്ടീനോ. ഇനിയിപ്പോൾ ആൾ Ballon d'Or നേടിയാലും Ballon d'Or നേടണ്ട, അത് ഡെംബൽ തന്നെയാണ് ആൾക്കാളും ഇച്ചിരി കൂടെ ഡിസേർവ്ഡ്. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഡിസഗ്രീമെന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറയാം, പക്ഷെ ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാറ്റൊന്നുമില്ല. ഓക്കെ, മറ്റ് അവാർഡ് വിന്നേഴ്സ് ആയിട്ട് കോപ്പ ട്രോഫി യമാൽ നേടി, ബെസ്റ്റ് കോച്ച് ആയിട്ട് ലൂയിസ് എൻട്രീക്കെ, ബെസ്റ്റ് ഗോൾ കീപ്പർ ആയിട്ട് ഡോണറുമ്മ, ബെസ്റ്റ് സ്ട്രൈക്കർ ആയിട്ട് യോക്കറസ്, വേറെ എന്താ, യെസ്, മൈ ബേബി ഗേൾ ഐറ്റാന ബൊൻമാത്തി, ഹാട്രിക് Ballon d'Or. Come on man. Honestly, men's Ballon d'Orലെ റോബറി ക്ലെയിംസിനൊക്കെ കൂടുതൽ റോബറി ക്ലെയിംസ് വുമൻസ് Ballon d'Orന്റെ കാര്യത്തിലുണ്ട്. കാരണം നോർമലി ബാർസലോണ അതുപോലെ സ്പെയിനൊക്കെ വുമൻസ് ഫുട്ബോളിൽ അത്രയും അടിപൊളിയാണെങ്കിലും ഈ ഒരു സീസണിൽ ഇംഗ്ലീഷ് ക്ലബ്സ് ആക്ച്വലി അവരെക്കാൾ ബെറ്റർ ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇംഗ്ലണ്ട് ആണ് യൂറോസിലെ ചാമ്പ്യൻസ് ആയിട്ടുണ്ടായിരുന്നത്, അതും സ്പെയിനിനെ തോൽപ്പിച്ച്. ഇതിനെ പറ്റിയിട്ട് കുറെ പറഞ്ഞിട്ടോ പ്രതിഷേധിച്ചിട്ടോ ഒന്നും നിങ്ങളുടെ മുന്നിൽ ഞാൻ സമയം കളയണില്ല. കാരണം എനിക്കറിയാം നിങ്ങളാരും വുമൻസ് ഫുട്ബോൾ കാണലില്ല, വുമൺ ഫുട്ബോളേഴ്സിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. എന്തിനാ വെറുതെ സമയം കളയണ്ടേ? നിങ്ങളാരും ഇന്നെ പോലെ ഒരു 6'4" വുമൻസ് റൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫെമിനിസ്റ്റ് ആളല്ല. വെറുതെ സമയം കളയണ്ട. ഓക്കെ, അത്രക്കുള്ളൂ. ബൈ.